കേരളത്തിലെ ജനമനസാക്ഷിയെയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെയും ഞെട്ടിക്കുകയും വിറങ്ങലിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയ വാർത്തകൾ സമീപകാലത്ത് വരികയും എന്നാൽ ആസൂത്രിതമായ ചില മാനേജ്മെൻറ്റുകൾ കൊണ്ട് മീഡിയകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും അതൊക്കെ മറക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത പ്രശ്നം സമീപകാലത്ത് പല വിഷയങ്ങളിൽ നമ്മൾ കണ്ടു. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മീഡിയകളും രാഷ്ട്രീയക്കാരും ഉദ്ഘോഷിച്ചിരുന്ന SFIO റിപ്പോർട്ട് കൊടുക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു. നമുക്കറിയാം അതിൻ്റെ 9 മാസത്തോളമായി. SFIO എവിടെ പോയി എന്നറിയില്ല. ഇനി അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വല്ല കിണറ്റിലും ചാടി ആത്മഹത്യ ചെയ്തോ, അതല്ല മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയം എവിടെ എത്തിയെന്നൊക്കെ പറയുന്നതിനിടയിലാണ് ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെ നേരിട്ട് വന്ന് മറ്റൊരു MLA മലപ്പുറത്ത് നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് വേറൊരു MLA അതിനോട് അതേ വാദങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ ഉയർത്തിയ ഒരു വലിയ ആരോപണം 2 ദിവസമായിട്ട് വീണ്ടും വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് ആസൂത്രിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അൻവർ തന്നെ മെനഞ്ഞാന്ന് പത്രക്കാരെ കാണുന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളിത് വിശ്വസിക്കാതിരിക്കരുതെന്ന്. ഞാൻ ഇന്നലെ അത് കോട്ട് ചെയ്തിരുന്നു. എന്നുവെച്ചാൽ അൻവറിന് തന്നെ ഒരു വിശ്വാസമില്ലേ വേണ്ട. കാരണം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീട്ടിന് മുമ്പിൽ കരിമ്പുലി കണ്ടു, ജപ്പാനിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ എന്നൊക്കെ പറയുന്ന വർത്താനം തന്നെയാണ് ഇതും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്നാണ് പത്രക്കാരോട് നേരത്തെ തന്നെ അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്ന പോലെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വാർത്തയും അതിന് സമാനമായ വിധത്തിൽ അങ്ങനെ അങ്ങ് നിസ്സാരമാക്കി കളയാൻ പറ്റില്ല എന്ന് അൻവർ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ആദ്യം തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇപ്പോൾ പറയുന്നത് ഗോവിന്ദമാഷ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഏകാഗിയായ ഒരു ഭരണപക്ഷ MLA ഒരു പോസ്റ്റർ എഴുതി പിടിപ്പിച്ചിട്ട് SP ഓഫീസിന് മുമ്പിൽ വീടിന് മുമ്പിൽ ഇരിക്കുന്നു. അദ്ദേഹം പറയുന്നു ഇതിനകത്തുള്ള മരക്കുറ്റിയാണ് പ്രശ്നം എന്ന് പറയുന്നു. മരക്കുറ്റി പിന്നെ തേക്കും കുറ്റിയാവുന്നു, തേക്ക് പിന്നെ തോക്കാവുന്നു. എനിക്ക് തോക്ക് വേണം അല്ലെങ്കിൽ ജീവിക്കാൻ വയ്യ എന്ന് ഭരണകക്ഷി MLA പറയുന്നു. പിന്നെ പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ജനാർദ്ദനം പറഞ്ഞാൽ മതി എല്ലാം കൂടി കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ തീരാവുന്നൊരു പ്രശ്നമല്ലല്ലോ ഇത്. അങ്ങനെ കോംപ്ലിമെൻറ്റ്സ് ആക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ അല്ല യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇഷ്യൂസുകൾ. വളരെ ഗുരുതരമായ ഇഷ്യൂസുകളാണ് അദ്ദേഹം പറഞ്ഞത്. തൃശ്ശൂരിലെ പൂരം കലക്കിയത് ഈ ADGP ആണ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഇടതുപക്ഷമായാലും UDF ആയാലും ഒരുമിച്ച് പൊരുതുന്ന സംഘി രാഷ്ട്രീയത്തിന് ഇവിടുത്തെ പോലീസിൽ അമിതമായ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു. അന്താരാഷ്ട്ര ബന്ധം ആരോപിക്കാവുന്ന സ്വർണ്ണക്കടത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. പിന്നെ ഒരു കസ്റ്റഡി മരണത്തെക്കുറിച്ച് അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. പിന്നെ കീഴുദ്യോഗസ്ഥൻ്റെ ഒരു ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കവടിയാറിൻ്റെ അടുത്ത് കൊട്ടാരത്തിൻ്റെ സമീപത്തുള്ള ADGPയുടെ സ്വത്തിനെക്കുറിച്ച് പറഞ്ഞു. സോളാർ കേസിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ADGP ആളെ കൊല്ലിക്കാൻ ശ്രമം നടത്തിയെന്ന ആരോപണം വരെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളങ്ങ് കോംപ്ലിമെൻറ്റ്സ് ആക്കിയെന്ന് പറഞ്ഞാൽ ഇത് അൻവറിൻ്റെ പരിധിയിൽ നിൽക്കുന്ന കേസല്ല, മുഖ്യമന്ത്രിയുടെ മാത്രം പരിധിയിൽ നിൽക്കുന്ന കേസല്ല, കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. എന്നിട്ട് മെനഞ്ഞാന്ന് എനിക്ക് രസമുണ്ടായൊരു കാര്യം എന്താ വെച്ചാൽ, മുഖ്യമന്ത്രിയെ കണ്ടുവന്ന അൻവർ പത്രക്കാരോടാണ് ചൂടാവുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് ഓർക്കണമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാശിക്ക് പോയിരുന്നോ, അതല്ലെങ്കിൽ മസനഗുഡി വഴി ഊട്ടിക്ക് പോയോ? കഴിഞ്ഞ ആഴ്ചയും കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അൻവർ ഈ പരാക്രമങ്ങൾ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത്? അത് അദ്ദേഹം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറഞ്ഞത് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറയണതെന്നാണ്. എന്നിട്ട് പറയുന്നത് ഞാനൊരു സഖാവാണ്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് ഞാൻ പരാതി കൊടുത്തു, എല്ലാം തീർന്നു എന്നാണ്, എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പരാതി കൊടുക്കാനായിരുന്നോ കലക്ടറുടെ ഓഫീസിൻ്റെ മുമ്പിൽ പച്ചക്ക് പട്ടാപ്പകൽ ഇദ്ദേഹം കസേരട്ടിരുന്നത്? ഈ പരാക്രമങ്ങൾ മുഴുവൻ നടത്തിയത് ഇത് ആദ്യം ചെയ്യായിരുന്നല്ലോ. പാർട്ടി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, പാർട്ടി സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പെന്നും കടലാസും ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തേ അദ്ദേഹം ഈ പരാതി കൊടുത്തു എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന സാധനത്തെ ഇത്തരം ഒരു വലിയ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത്? പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെയാണ് ഇയാൾ അഡ്രസ്സ് ചെയ്തതെങ്കിൽ അതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്? അങ്ങനെയാണോ പരസ്യമായിട്ട് നാട്ടിൽ പറയുക, എന്നിട്ട് രഹസ്യമായിട്ട് മുഖ്യമന്ത്രിയും സെക്രട്ടറിയുമായി കൂടിച്ചേർന്ന് ഇത് ഒത്തുതീർപ്പാക്കുക എന്നതാണോ? അതിലും വലിയ രസമുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അന്തസ്സുള്ള തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തതെന്നാണ്. എന്താ അന്തസ്സുള്ള തീരുമാനം? ADGPനെ കുറിച്ച് അന്വേഷിക്കാൻ SIക്ക് ചാർജ് കൊടുത്തു. ഭയങ്കര അന്തസ്സുള്ളതാണ്. ഇതിന് ശരിക്കും പറയേണ്ടത് അന്തംസിനുള്ള തീരുമാനം എന്നാണ്. അന്തം കമ്മികളായിട്ടുള്ള സഖാക്കൾക്കുള്ള തീരുമാനം എന്നാണ് ശരിക്കും പറയേണ്ടത്, അല്ലാതെ അന്തസ്സുള്ള തീരുമാനം എന്നല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഇന്നലെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ പത്രക്കാർ ചോദിച്ചു ADGPക്കെതിരെ നടപടി എടുത്തു. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന മറുപടി ഉണ്ട്, നടപടി എടുത്താൽ അവർ കേസിന് പോയാലോ. പിന്നെ നടപടി എടുക്കല്ലാതെ ആഫ്രിക്കയിലെ കരിമ്പുലികൾക്ക് ADGPനെ പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് നടക്കുന്ന കാര്യമല്ലല്ലോ. രാജ്യത്തൊരു പ്രൊസീജിയർ ഉണ്ട്. ഈ പരാതി അൻവർ പറഞ്ഞതിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നടപടിയെടുക്കൽ തന്നെയാണ്. കോടതിയിൽ പോകുമായിരിക്കും,
അത് പോയാൽ അതിനെ മറികടക്കാൻ കഴിയുന്ന തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, മുഖ്യമന്ത്രിയാണ്, അദ്ദേഹമാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇന്നലെ ഇപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു പകുതി നിരാശനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇന്നലെ സ്വാഭാവികമായി പാർട്ടി സെക്രട്ടറിയെ കണ്ടു. അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായി. അതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. പാർട്ടി സെക്രട്ടറി കാണുമ്പോൾ ഊർജ്ജസ്വലനാകുന്നതിൻ്റെ പുറകിൽ വേറെ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും, നീ ബേജാറാവണ്ട, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉടനെ ഇറങ്ങി വന്ന പിന്നെ അൻവർ പറയുന്ന കാര്യം, രണ്ടാമത് പറയുന്ന കാര്യമാണ് എന്താണ്, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിയില്ലേ എന്നാണ്. പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം തന്നെ പറയുന്നു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങി, ഇപ്പോഴേ തീർന്നു എന്നാണ്.